പത്മേച്ചി കണ്ടില്ലെന്ന് വിചാരിക്കുമായിരുന്നു. നീ എന്താ ഇവിടെ? ഞാനത് ഈ നിമിഷം പുറത്തിറങ്ങിക്കോളും കേട്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് അടിച്ചിറക്കേണ്ടി വരും. എന്തിനാ പത്മേച്ചി ഇങ്ങനെ ബഹളം വെക്കുന്നത്? വേദമുള്ള വിവാഹ നിശ്ചയം പത്മേച്ചി എന്നെ വിളിച്ചില്ല. അത് പോട്ടെ, ഞാൻ അത് അറിഞ്ഞ് ഓടിയെത്തിയാല് ഇവിടെ ഏതെങ്കിലും ഒരു ഓരത്ത് നിന്ന് ഞാനത് കണ്ടിട്ട് പൊയ്ക്കോളാം. ഗംഗ, നിന്റെ വരവ് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. വെറുതെ നീ വേഷം കെട്ടാൻ നിൽക്കരുത്. എന്റെ വരവ് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? വേദമുള്ള വിവാഹ കാര്യം വന്നപ്പോ പത്മേച്ചി പോലും ഓർക്കാതിരുന്ന ഒരു കാര്യം വന്ന് പറഞ്ഞത് ഞാനല്ലേ? അക്കാര്യത്തിന് വഴിപാട് ചെയ്യാനായിട്ട് ക്ഷേത്രത്തിൽ വന്നപ്പോ അവിടെ നിങ്ങളെക്കാളും നേരത്തെ എത്തിയതും കാത്തു നിന്നതും ഞാനല്ലേ? എന്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അദ്ദേഹം ജയിലിലുമായി എന്ന് കരുതി ആ കുടുംബത്തിൽ ആർക്കും നന്മ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഒരു സ്ഥലത്ത് നിങ്ങൾ വരുന്നത് ഇഷ്ടമല്ലെന്ന് ഒരു കൂട്ടർ പറഞ്ഞു കഴിഞ്ഞാ വരാതിരിക്കുന്നതല്ലേ അതിന്റെ ഒരു കോമൺ സെൻസ്? അയ്യോ മോളെ, ഈ അമേരിക്കയിൽ പഠിച്ചു വളർന്ന പിള്ളേർക്ക് ഈ നാട്ടിൻപുറത്ത് താമസിച്ചു വളർന്നവരുടെയും പിന്നെ നഗരങ്ങളിലേക്ക് വന്നവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാനേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് ഈ കുടുംബത്തിലെ രക്തങ്ങൾ തമ്മിലുള്ള കളിയാ കൊച്ചേ. ഞാൻ ഗംഗയോട് ഒരുപാട് നിർബന്ധിച്ചതാ ഇങ്ങോട്ട് വരണ്ട എന്ന്. പക്ഷേ ഗംഗയ്ക്ക് ഒരേ നിർബന്ധം, ഇനിയിപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് ക്ഷമിക്കേ. എത്രയോ ആളുകൾ നിൽക്കുന്നു, ആ കൂട്ടത്തിൽ അവളൊന്ന് നിന്നോട്ടെ. ചടങ്ങ് കഴിഞ്ഞാല് ഭക്ഷണത്തിൽ പോലും കാത്തു നിൽക്കില്ല, അവളങ്ങ് പൊയ്ക്കോളൂ. വാശിയാണോ നിങ്ങക്ക്? ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ഇതിനെ വാശി എന്നാണ് വിളിക്കുന്നതെങ്കിൽ എനിക്ക് വാശി തന്നെയാ. ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് നിന്നെ വലിച്ചെറിയാൻ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അതല്ല, അതിനുവേണ്ടി പോലീസിനെ വിളിക്കണമെങ്കിൽ എനിക്ക് അതും ഒരു ബുദ്ധിമുട്ടല്ല. പത്മ, ആളുകളെല്ലാം ഇത് തന്നെ ശ്രദ്ധിക്കുന്നത്. അവരൊക്കെ നമ്മൾ വിളിച്ചു വരുത്തിയവരാ, ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഏട്ടൻ പറയുന്നത്? പത്മ പ്ലീസ്. പത്മ, ആളുകളുടെ മുഴുവൻ ശ്രദ്ധ ഇങ്ങോട്ടാ. പത്മ വിട്ടുകള, അല്ലെങ്കിൽ നഷ്ടം നമുക്കാ. തൽക്കാലം നിന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടി അനുവദിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഗതികേടാണെന്ന് നീ കരുതരുത്. ഇല്ല ഇല്ല, ഇന്ന് ഈ ചടങ്ങ് നീ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഭർത്താവിന് പുറകെ നിനക്കും ചിലപ്പോൾ ജയിലിൽ തന്നെയായിരിക്കും സ്ഥാനം. നോക്കിക്കോ. മാന്യമായൊരു റിക്വസ്റ്റാ. അയ്യോ വേണ്ടേട്ടാ, ഏട്ടൻ എന്നോട് അപേക്ഷിക്കൊന്നും വേണ്ട. ഏട്ടനോ പത്മേച്ചിക്കോ ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. വാശിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്വന്തം കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകരുതെന്നൊരു വാശി.
എന്റെ പൊന്നു മോളെ, വീട്ടിലൊരു വലിയ ഫംഗ്ഷൻ നടക്കുമ്പോ മോൾ ഇവിടെ എന്ത് ചെയ്യാ? അതെ, എതി സാറിനിടയ്ക്ക് ജീരകവെള്ളം വേണ്ടേ? ഞാനത് എടുത്തു വെക്കാൻ മറന്നുപോയി. ഓ, ഇതുകൂടെ അങ്ങ് ചെയ്തിട്ടേ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. അല്ല, അവിടെ എന്തായി കാര്യങ്ങള്? അവിടെ എന്താവേ, ഈ വരുന്നവരെയും പോകുന്നവരുടെ മുമ്പില് ജാട കാണിക്കുന്നവര് ജാട കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വലിയ വലിയ വീടുകളിൽ ഫംഗ്ഷൻ നടക്കുമ്പോഴേ അതല്ലേ മെയിൻ ഐറ്റം. ഇവിടെ ആരും കേൾക്കണ്ട. രാജേട്ടനെ ഉടലോട് സ്വർഗത്തിലേക്ക് വിട്ടുകളെ. അല്ല മോളെ, ഈ സൂര്യ സാറോടെ പോയി? അല്ല, പതുപോലെ മോളെ ഇങ്ങോട്ട് നോക്ക്. പതുപോലെ സൂര്യ സാർ വെള്ളം ഒടിച്ചിട്ട് വരുമോ? ഏയ്, ഏട്ടൻ കുടിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്ന. ഏട്ടനും ഞാനും തമ്മിലേ നല്ല സംസാരം നടന്നു. മുൻപത്തെ പോലെ അല്ല. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നങ്ങ് വാശി പിടിച്ചു. അവസാനം എന്തായി? ഏട്ടൻ മുട്ടുകുത്തി. എന്നിട്ട് എന്റെ തലയിൽ കൈവച്ചിട്ട് വാക്ക് പറഞ്ഞു, ഇന്നും കുടിക്കില്ല, ഇനി ഒരിക്കലും ഏട്ടൻ കുടിക്കില്ല എന്ന്. അപ്പം ഞാൻ എന്താ ഏട്ടനോട് പറഞ്ഞെന്നറിയോ? ഇത് അവസാനത്തെ അവസരമാണ്, ഇനി ഇങ്ങനൊരു കാര്യം ഏട്ടൻ പറഞ്ഞാ ഞാൻ കേൾക്കില്ല എന്ന്. അറിയാലോ ഏട്ടനത് പാലിക്കുമെന്ന്. ഏട്ടൻ പാലിക്കുമല്ലേ അവളെ? ഏട്ടന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയല്ലേ? അഥവാ ഏട്ടൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ മോള് ഏട്ടന് ഒരു നോട്ടം നോക്കിയാൽ മതി. അപ്പോഴേ ഏട്ടന് കാര്യം മനസ്സിലാവുമല്ലോ. രാജേട്ടൻ എന്നെ ആക്കിയതാണല്ലേ? എന്തുപറ്റി? അത് പിന്നെ ഞാൻ അറിയാതെ സൂര്യ സാറിന് ഏട്ടൻ ഏട്ടൻ എന്ന് പറഞ്ഞു പോയില്ലേ. എന്തായിരുന്നാലും അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഏട്ടാ. അതെ, എന്താ കാര്യം എന്നറിയോ? ഈ നേരം വരെ എന്നെ കൊണ്ട് ഏട്ടാ ഏട്ടാന്ന് വിളിപ്പിക്കായിരുന്നു. ആ, അങ്ങനെ പറ. അല്ല മോളെ, എന്നാ പിന്നെ സാറിനെ കൊണ്ട് വരാൻ നോക്ക്. ആ ശരി രാജേട്ടാ, ഞാനേ ഏട്ടനെ ചെന്ന് നോക്കട്ടെ. ഓ, സാറിന് ചെന്ന് നോക്കട്ടെ. എന്തിനാ മോളെ ഇനി മാറ്റി വിളിക്കുന്നത്? ഏട്ടൻ ഏട്ടൻ എന്ന് കേൾക്കാൻ തന്നെ എന്ത് രസമെന്നറിയോ? ആണോ? പിന്നല്ലാതെ അടിപൊളിയാണ്. എന്നാ ഞാൻ എന്റെ ഏട്ടനെ വിളിച്ചിട്ട് വരട്ടെ. ശരി മോളെ.